വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേരള PSC പുറത്തിറക്കിയ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് മൂന്ന് നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന കാറ്റഗറി നമ്പർ എന്ന് വെച്ചാൽ 533/2023 ഫസ്റ്റ് വന്നിരിക്കുന്ന കാറ്റഗറി നമ്പർ. അപ്പോൾ ഗസറ്റ് ഡേറ്റ് 15/12/2023 ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 17/1/2024. ഡിപ്പാർട്ട്മെന്റ് PWD ആണ്. ലൈൻമാൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് വിളിച്ചേക്കുന്നത്. 26,500 തൊട്ട് 60,700 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിരിക്കുന്നത്. ഡിസ്ട്രിക്ട് വൈസ് ആണ്. അതിൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചേക്കുന്നത് ആൻസിപ്പേറ്റഡ് വേക്കൻസി എന്നുള്ള രീതിയിൽ. അവിടെ പറഞ്ഞത് ഒരു ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. 19 തൊട്ട് 36 വരെയാണ് ഏജ് ലിമിറ്റ് കൊടുത്തിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മിനിമം ജനറൽ ക്വാളിഫിക്കേഷൻ ഓഫ് സെൽസ് സ്റ്റാൻഡേർഡ് പ്ലസ് IT എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് എന്താ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് 17/1/2024 രാത്രി 12 മണി വരെയാണ്. നിങ്ങളുടെ പ്രൊഫൈൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ. പിന്നെയുള്ളത് നമ്മുടെ ഒരു ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റാണ്. പമ്പ് ഓപ്പറേറ്റർ എന്നുള്ള പോസ്റ്റിലേക്കാണ് പിന്നെ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. നെയിം ഓഫ് ദി പോസ്റ്റ് പമ്പ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ പ്ലംബർ. 24,400 തൊട്ട് 55,200 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിരിക്കുന്നത്. ഇതും ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ ആണ്. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലേക്കാണ് വിളിച്ചേക്കുന്നത്. ഒരു വേക്കൻസിയാണ് ഇപ്പൊ നിലവിലുള്ളത്. ഇതിൽ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് 18 തൊട്ട് 36 വരെയാണ് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ പാസ് ഇൻ സ്റ്റാൻഡേർഡ് 7 പ്ലസ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ പ്ലംബിംഗ്. ഇതിന്റെ ഇക്വലൻ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, അതിലേക്ക് വരാം. അതേപോലെ ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് 17/1/2024 രാത്രി 12 മണി വരെയാണ്. ഓക്കെ. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ഇതിൽ ഇക്വലൻ ക്വാളിഫിക്കേഷൻ NTC പ്ലംബറിന് ഇക്വലന്റ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ITR ITC പ്ലംബർ അതുപോലെ NAC പ്ലംബർ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇത് രണ്ടും മാത്രം എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, അവര് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓക്കെ. ഇനി അടുത്തൊരു നോട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് തന്നെയുള്ള കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ്. കാറ്റഗറി നമ്പർ വന്നിരിക്കുന്നത് 530/2023 ലാസ്റ്റ് ഡേറ്റ് 17/1/2024. അപ്പൊ ഇതിൽ ഓവർസിയർ ഗ്രേഡ് 3 ആണ്. സ്കെയിൽ ഓഫ് പേ വന്നിരിക്കുന്നത് 27,200 തൊട്ട് 70,600 ആണ്. അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട്. 24 വേക്കൻസീസ് ഇപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. 24 വേക്കൻസീസ് ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ. ഇതിൽ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് പറയുന്നത് ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫ്രം ക്വാളിഫൈഡ് ഇൻ സർവീസ് പേഴ്സണൽ വർക്കിംഗ് ഇൻ കേരള വാട്ടർ അതോറിറ്റി. അതായത് KWAയിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാവുക. ഓക്കെ. അപ്പൊ അതിൽ ഏജ് ലിമിറ്റ് പറയുന്നത് 18 തൊട്ട് 50 വരെയാണ്. നോ ഫർദർ റിലാക്സേഷൻ ഈസ് അക്സസിബിൾ. അപ്പോ അവരുടെ എന്താ ഒരു സർട്ടിഫിക്കറ്റിന്റെ സർവീസ് സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് ക്വാളിഫിക്കേഷൻ പാസ് ഇൻ SLC ഓർ ഇറ്റ്സ് ഇക്വലന്റ് പ്ലസ് NTC ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ അല്ലെങ്കിൽ എന്താ പാസ് ഇൻ SLC ഓർ ഇറ്റ്സ് ഇക്വലന്റ് പ്ലസ് കേരള KGCE കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ എഞ്ചിനീയറിംഗ് ഇൻ സിവിൽ മെക്കാനിക്കൽ ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് 2 years ഓഫ് കോഴ്സ് ഓഫ് ഓർ ഇറ്റ്സ് ഇക്വലന്റ്. ഓക്കെ. അപ്പോ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ 17/1/2024 ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കേസ് നമുക്ക് അവിടെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ എന്താണെന്നില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ. അപ്പൊ ഇതൊക്കെ എന്താ NTC സിവിൽ അല്ല NTC മെക്കാനിക്കൽ ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഇക്വലന്റ് ആണ്. അതായത് VHSC സിവിൽ കൺസ്ട്രക്ഷൻ മെയിൻ്റനൻസ്, ITR ITC സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ, NAC SCVT പോളിടെക്നിക് ഡിപ്ലോമ, BTech സിവിൽ, BE സിവിൽ, MTech സിവിൽ, AMI സെക്ഷൻ A and B സിവിൽ എഞ്ചിനീയറിംഗ്. അതുപോലെ NTC മെക്കാനിക്കലിന്റെ ITR ITC മെക്കാനിക്കൽ, NAC പോളിടെക്നിക് ഡിപ്ലോമ, BTech മെക്കാനിക്കൽ, BTech പ്രൊഡക്ഷൻ ഒക്കെ എന്താ ഇതിന് ഇക്വലന്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഒരു വീഡിയോ നമുക്ക് പറയാനുള്ളത്. എല്ലാവരും എന്താ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കണം. ലാസ്റ്റ് ഡേറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്താ സൈറ്റ് ഹാങ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.